ജ്ഞാനസദസ്സ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി ബീന ഏലക്കുറിച്ച്. നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയേറണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്റെ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയ എന്റെ മനസ്സിലും നല്ല പാടിയ നാടിന്റെ തുമ്പിലും നല്ല ചെയ്തിയ എന്നുടെ കയ്യിലും നന്മയാൽ നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്റെ കൃപ ചൊരിയണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്റെ കൃപ ചൊരിയണമേ. ജ്ഞാനസദസ്സിലെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷേത്രോപദേശ സമിതി സെക്രട്ടറി ശ്രീ സതീഷ് ആറിനെ സ്വാഗതം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ള അവർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അപർണ IPS ASP പുല്ലൂർ, ഈ യോഗത്തിൽ പ്രഭാഷണം സംഘടിപ്പിക്കുന്ന ഡോക്ടർ അമൃതാബേസ് ചടയമംഗലത്തിന്റെ സ്വന്തം ഹോസ്പിറ്റലായ IDC ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. പ്രിയപ്പെട്ട മഹേഷ് KP, ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഉത്സവ കമ്മിറ്റി അംഗങ്ങളെ, മാതൃസമിതി അംഗങ്ങളെ, ക്ഷേത്രോപദേശ സമിതി അംഗങ്ങളെ, ഇവിടെ നമ്മുടെ പഠനോപകരണ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ 4 സ്കൂളുകളിലെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷപൂർവ്വം ആണ് ഈ ഒരു യോഗം ഞങ്ങൾ ഈ വലിയ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ തൊട്ടടുത്തായി 4 സ്കൂളുകളുണ്ട്. ഈ സ്കൂളിലെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി നമ്മുടെ നാടിനെ അതിമാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും മറ്റുൽപ്പന്നങ്ങളുടെയും ലഹരി ഉൽപ്പന്നങ്ങളുടെയും ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നതിനും വേണ്ടിയാണ് ഈ യോഗം ജ്ഞാനസദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനും നമ്മുടെ ക്ഷേത്രോപദേശ സമിതിയുടെ ദീർഘകാലമായിട്ടുള്ള പ്രസിഡന്റും മുൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നമുക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പുല്ലൂർ ASP ആയിട്ടുള്ള ഡോക്ടർ അപർണ IPS ആണ്. മാഡത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ
MBBS പാസ്സായി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് വളരെ കഠിനമായിരുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് നേടി IPS റാങ്ക് നേടിയ വ്യക്തി കൂടിയാണ് ശ്രീ ഡോക്ടർ അപർണ IPS. കോവിഡ് സമയത്ത് നമ്മുടെ പാലക്കാട് ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയും അതിനുശേഷം ASP ആയി കാസർഗോഡ് ബേക്കലിലും ഇപ്പോൾ നമ്മുടെ സ്വന്തം നാടായ പുനലൂരും പ്രവർത്തിച്ചു വരികയാണ്. ഈ ഒരു സദസ്സിൽ മേഡത്തിന് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും പേരിൽ ആദരപൂർവ്വം മേഡത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം സംഘടിപ്പിക്കുന്നത് നമ്മുടെ ചടയമംഗലത്ത് തന്നെ പ്രവർത്തിക്കുന്ന ദീർഘകാലമായി സജീവ് ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹരിശ്രീ ഹോസ്പിറ്റൽ ഇപ്പോൾ ഒരു ഡീഅഡിക്ഷൻ സെന്റർ കൂടിയാണ്. ധാരാളം പേരുടെ ലഹരി പദാർത്ഥമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സെന്റർ കൂടിയാണത്. അവിടുത്തെ സജീവ് ഡോക്ടറുടെ മകനും അവിടുത്തെ പ്രധാന സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അമിതാഭ് എസിനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. യോഗത്തിന് നന്ദി പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് മഹേഷ് KP, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. രാജേഷ് കുമാർ, ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ G. സുരേഷ് ബാബു അനുഗ്രഹ, നമ്മുടെ മാതൃസമിതിയുടെ പ്രസിഡന്റും ഇവിടുത്തെ വാർഡിന്റെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള ഗീതാകുമാരി അവർ, മുൻ വാർഡ് മെമ്പർ ശ്രീജാകുമാരി, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഉപദേശ സമിതി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ഇവിടെ പഠനോപകരണം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുകുട്ടികൾ, രക്ഷകർത്താക്കൾ, ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമായി മാറിയ ഇവിടുത്തെ ഭക്തജനങ്ങൾ, ഈ യോഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് ലൈവായി കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, ഇതിന് ശബ്ദവും വിളിച്ചു നൽകുന്ന രാജ സൗണ്ട്സ്, ഈ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാരാധ്യായ പുനലൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ അപർണ IPS ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ സതീഷ, ഈ ചടങ്ങില് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ ശ്രീമതി ബീന ഐലക്കുഴി, ഈ സദസ്സിൽ പ്രഭാഷണം നടത്തുന്ന പ്രമുഖ സൈക്യാട്രിസ്റ്റ് ഹരിശ്രീ ഹോസ്പിറ്റൽ ചടയമംഗലം ഡോക്ടർ അമിതാഭ് എസ്, ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉത്സവ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മഹേഷ് KP, ക്ഷേത്രോപദേശക സമിതിയുടെ ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മാതൃസമിതിയുടെ ഭാരവാഹികൾ, പ്രബുദ്ധരായ ഭക്തജനങ്ങളെ, നാട്ടുകാരെ, വിവിധ മീഡിയാസിനെ റെപ്രസെന്റ് ചെയ്ത് ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖരെ, ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഇത്തരം ജ്ഞാന സദസ്സുകൾ മുൻ വർഷങ്ങളിലും നാം നടത്തിയിട്ടുണ്ട്. നാം ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെപ്പോലുള്ള മനുഷ്യര് ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒരുമിച്ചിണക്കി കൊണ്ടുപോകുന്നവരാണ്. ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളെ ഈശ്വരവിശ്വാസത്തിലൂടെ നാം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥിതി, നിലവിലുള്ള നിയമങ്ങൾ, ആ സംഗതികളെ കുറിച്ചൊക്കെ നമുക്ക് അപകടമായ പരിജ്ഞാനവും അത്യാവശ്യമായ ശ്രദ്ധയും ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്
ഇത്തരത്തിലുള്ള ജ്ഞാന സദസ്സുകൾ ഈ ക്ഷേത്ര സന്നിധിയിൽ നാം നടത്തുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റം വളരെ വലുതാണ്. കാരണം ഇവിടെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനും സൈബർ കുറ്റങ്ങൾക്കും എതിരെയുള്ള ബോധവൽക്കരണമാണ്. സൈബർ കുറ്റങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തെ കുറിച്ച് നാം അനേകം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൈബർ ആക്രമണം നടത്തുകയും നമ്മുടെ മാനഹാനി വരുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ ശക്തമായ നിയമ നടപടികൾ കേരള പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരള പോലീസ് ചെയ്യുന്ന നടപടികളെ സംബന്ധിച്ച് നാം ശരിയായ ദിശയിൽ വസ്തുക്കൾ മനസ്സിലാക്കിയാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നതിന് കഴിയുന്നതാണ്. ഈ അവസരത്തിൽ നമ്മുടെ IPS ഓഫീസർ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ഞാൻ അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ച ഒരു കാര്യം പറയുകയാണ്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്തിനടുത്ത് കണ്ണല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുവ അഡ്വക്കേറ്റ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. സ്വന്തം അമ്മയെ മാരകമായി മുറിവേൽപ്പിക്കുന്നു. ആഹാരം വിളമ്പിക്കൊടുക്കുന്നതിനായി കഥക് തുറന്ന അമ്മയെ മാരകമായി വർദ്ധിച്ച വിദ്യാസമ്പന്നരായ ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്നുകളുടെ പ്രവർത്തനങ്ങൾ എത്ര വൈകല്യമുള്ളതാണ്, എത്ര തെറ്റായ മാനസിക വ്യാപാരം നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം സന്ദർഭത്തിലാണ് നാം വളരെ ബോധപൂർവം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ ആരും തന്നെ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ചെന്നെത്തുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യം വന്നാൽ ഇന്നാട്ടിൽ അവൈലബിളായ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് അവരെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി രക്ഷകർത്താക്കൾ ഏറ്റെടുക്കേണ്ടതാണ്. മൊബൈലിന്റെ ദുരുപയോഗത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എല്ലാ രക്ഷകർത്താക്കളും ഒന്നോ രണ്ടോ മക്കൾ മാത്രമേ കണ്ടു വളരെ വളരെ താരതമ്യായിരിക്കും എല്ലാവരും ഇന്ന് കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. എന്നാൽ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ ഈ മൊബൈലിന്റെ ഉപയോഗത്തിൽ കുട്ടികൾ ചെയ്യുമ്പോഴും അവരുടെ നടപടികളെ സംബന്ധിച്ചൊക്കെ തന്നെ രക്ഷകർത്താക്കൾ എന്നുള്ള തലത്തിൽ നമുക്ക് ഒരു ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ മനഃശാസ്ത്രപരമായി അതിദീർഘമായ പ്രഭാഷണം നടത്തി നിങ്ങളെ ബോധവൽക്കരിക്കാനുള്ള സമയം അല്ല ഇത്. എങ്കിലും വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഡോക്ടർ അമൃതാബ് സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹം മനഃശാസ്ത്രപരമായി മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം മനഃശാസ്ത്രപരമായി വ്യക്തികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളും അതിന്റെ ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ചുമൊക്കെ വളരെ ലഘുവായ സമയത്തിനുള്ളിൽ നിങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം കൂടി നടത്തും. ഈ സന്ദർഭം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എവിടെ നടന്നാലും, ഇത്തരത്തിലുള്ള ക്ലാസുകൾ, ഇത്തരത്തിലുള്ള സദസ്സുകൾ എവിടെ നടന്നാലും രക്ഷകർത്താക്കൾ എന്നുള്ള തലത്തിൽ നമ്മുടെ നാട്ടിലെ ഉയർച്ചയെ പറ്റി കാംക്ഷിക്കുന്ന ജനങ്ങളെന്നുള്ള തരത്തിൽ നമ്മൾ പങ്കെടുക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ സ്വകാര്യ കുടുംബ ജീവിതത്തിൽ വളരെ ഭംഗിയായ ചട്ടക്കൂടിനുള്ളിൽ ജീവിച്ചു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ നാം ഏവരും കൂടി നടത്തണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ജ്ഞാന സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പുനലൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ അപർണ IPSനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഭദ്രദീപ പ്രകാശനം നടത്തിയിട്ടാണ് മാഡം സംസാരിക്കുന്നത്. ഈ
പൊതുവിജ്ഞാന സദസ്സിൻ്റെ പദ്ധതി പുനലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒ അപർണ IPS ആണ്. പരിപാടിയുടെ അധ്യക്ഷനായ ശ്രീ രാധാകൃഷ്ണപിള്ള, സ്വാഗതം കണ്ട ശ്രീ സതീഷ, പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അമൃത, നന്ദി അറിയിക്കുന്ന മഹേഷ് KP, ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോലീസുകാർ പോയിട്ട് ഈ ലഹരിക്കെതിരെയും അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയൊക്കെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടൊരു ജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ട് കാണാണ്. അതിൽ വരാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയും ലഹരിക്കെതിരെയും ചെറിയൊരു പ്രഭാഷണം നടത്താനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരുപാട് സാങ്കേതികത്വത്തിലേക്കൊന്നും പോകുന്നില്ല, കുറച്ച് അത്യാവശ്യമുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. സൈബർ ലോകം എന്ന് പറയുന്നത് നമുക്ക് ആളുകൾ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോ നമ്മൾ ബാങ്കിങ് ആവശ്യങ്ങൾക്കായാലും അല്ലാതെ വിദ്യാഭ്യാസത്തിനായാലും എല്ലാം മൊബൈലും ഇന്റർനെറ്റും എല്ലാം ഇന്ന് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അതെങ്ങനെ നമുക്കൊരു വിനയായി വരാതെ സൂക്ഷിച്ചുപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോ ഈ പോലീസിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് പൈസ തട്ടിപ്പിന്റെ കേസുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫ്രോഡുകളുടെ കേസുകളാണ്. ഈ പൈസ നമ്മളുടെ തട്ടിപ്പിൽ തന്നെ പല പല രീതികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോണിൽ OTP അയച്ചിട്ട് ആ OTP ചിലപ്പോൾ ബാങ്കിൽ നിന്നാണ്, നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് OTP വിളിച്ച് ചോദിക്കും. അപ്പൊ നമ്മള് ഇത് ജെന്യുവിൻ ആളാണ്, അവര് കാര്യത്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പലരും OTP പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ അവരപ്പം തന്നെ എടുത്ത് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റും. ഈ ഒരു കാര്യമാണ് സാധാരണയായിട്ട് കാണുന്നത്. അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയ, വാട്സാപ്പ് പോലുള്ള അക്കൗണ്ടുകളിലേക്ക് നമുക്ക് അറിയാത്ത നമ്പറിൽ ചിലപ്പോൾ പല ലിങ്കുകളും വരും. അപ്പൊ പെട്ടെന്ന് ഒരു ലിങ്ക് വരുമ്പോൾ ആ ലിങ്കിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യും. ആ ഒരു ക്ലിക്കിൽ തന്നെ അവരെ നമ്മളെ ഫോൺ ആക്ട് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ ബാങ്കിലുള്ള പൈസകളാണെങ്കിലും അതെല്ലാം നമ്മുടെ ഫോണിലുള്ള ബാക്കി ഡാറ്റ ആണെങ്കിലും അവരെടുക്കും. അതെല്ലാം തന്നെ നമ്മള് പലരുടെയും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാം. നമ്മളുടെ പേരും ഫോട്ടോയും വെച്ചിട്ട് അവർ വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മളാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മെസ്സേജ് അയക്കും. എന്നിട്ട് അത്യാവശ്യമാണ് പൈസ അയക്കണം എന്ന് പറയും. പലരും അത് ജെന്യുവിനാണ്. നമ്മൾ സ്വന്തം അടുത്ത ഒരാള് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കുന്ന പൈസയാണെന്ന് വെച്ചിട്ട് നമ്മൾ ആ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ പല രീതിയിലും സൈബർ ആൾക്കാരെ നമ്മളെ പണം തട്ടിക്കുന്നത്. പിന്നെ വേറൊരു മെയിൻ കാര്യം ഇപ്പൊ കാണുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡാണ്. അതായത് നമുക്ക് ടെലിഗ്രാമിലും വാട്സാപ്പിലൊക്കെ പല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയാന്ന് പറയും. അതിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ വരുന്ന മെസ്സേജസ് പല ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാര് ഞങ്ങൾക്ക് കുറെ പൈസ കിട്ടി, ഞാൻ 10,000 ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ എനിക്ക് 20,000 തിരിച്ചു കിട്ടിയെന്ന് എല്ലാവരും സന്തോഷത്തോടെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ആൾക്കാരെ പുകഴ്ത്തി പറയുന്ന പോസ്റ്റുകളായിരിക്കും ഇടുക. അപ്പൊ അത് കണ്ടിട്ട് മറ്റുള്ളവർ വിചാരിക്കും അപ്പൊ നമ്മള് പൈസ കൊടുത്താൽ നമുക്കും ഇത് ഇരട്ടിയായി കിട്ടുമെന്ന് വിചാരിക്കും.
അങ്ങനെ ആദ്യം ഒരു 10,000 രൂപ ഇടും, അപ്പൊ 20,000 കിട്ടും. അപ്പൊ അയാൾ പിന്നെ 20,000 ഇടും, ചിലപ്പോ 40,000 തരും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ കൂടുതൽ പൈസ ഇടും ആൾക്കാർ. പക്ഷെ കൂടുതൽ പൈസ ഇടുന്ന സമയത്ത് പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അങ്ങനെയാണ് സാധാരണയായിട്ട് നടക്കുന്നത്. അതായത് ആദ്യം നമ്മൾ കുറച്ച് പൈസ തന്നവര് കൂടുതൽ പൈസ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കും. പക്ഷെ പിന്നെ നമ്മൾ കൂടുതൽ ലക്ഷങ്ങളും കോടികളും ഇടുന്നവരുണ്ട്. അതിൽ തന്നെ വളരെയധികം വലിയ ജോലിയുള്ള ഡോക്ടർമാരും ബാങ്ക് മാനേജർമാരും വരെ ഇതിൽ പെടുന്നവരുണ്ട്. അപ്പൊ അത് നമ്മുടെ വിദ്യാഭ്യാസമൊന്നും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മുടെ ആർക്ക് വേണമെങ്കിലും ആരെയും പറ്റിക്കാന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇതെന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഈ സൈബർ ഫ്രോഡുകൾ ആൾക്കാരെ നമ്മളെ പറ്റിക്കുന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ രക്ഷപ്പെടാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഫോണിൽ വരുന്ന OTP ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ബാങ്കിന്നോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ OTP ഒരിക്കലും ചോദിക്കില്ല. അല്ലാതെ നമ്മൾ ഈ ഡെലിവറി സമയത്തൊക്കെ വരുന്ന OTP ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് അവരുടെ ഇതിൽ നിന്നുള്ള OTP ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ OTP പറഞ്ഞു കൊടുക്കുക. അല്ലാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരിക്കലും ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ OTP പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ ഫോണിൽ വരുന്ന അറിയാത്ത ലിങ്കുകൾ ഒരിക്കലും ആരും ഓപ്പൺ ചെയ്യാതിരിക്കുക. പിന്നെ അറിയാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. അത് എടുക്കേണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ കോമൺ ആയിട്ട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന, നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് സോഷ്യൽ മീഡിയ. പക്ഷെ അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അറിയണം. അപ്പൊ അറിയാത്ത ആൾക്കാർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. പ്രത്യേകിച്ചും കുട്ടികളോടാണ്. കുട്ടികൾക്ക് അറിയില്ല ആരോട് സംസാരിക്കണം, ആരോട് എത്ര ലിമിറ്റ് വരെ ഒരാളോട് സംസാരിക്കണം എന്നുള്ള കാര്യം ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോ അറിയാത്ത ആൾക്കാർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യരുത്. അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാൻ പോകരുത്. പലതരത്തിൽ അവർ നമ്മള് കുട്ടികളെ വഴിതെറ്റിക്കാൻ നോക്കും. കുറച്ച് വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ പേഴ്സണൽ ഫോട്ടോസും മറ്റും ചോദിക്കുകയും ചെയ്യും. കുട്ടികളത് അറിയാതെ അയച്ചു കൊടുക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട്. ഈ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അറിയാതെ ഇതുപോലെ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അവരോട് സ്നേഹം നടിച്ചും ഫോട്ടോസ് ചോദിക്കും. അവർ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഈ ഫോട്ടോസ് പല ആൾക്കാർക്കും അവരെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം കുട്ടികളെ ഇത് പേടിച്ചിട്ട് ആരോടും പറയില്ല. അപ്പോ കുറച്ച് കഴിഞ്ഞ് ഫാമിലി ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഈ ഫോട്ടോസ് ആരെങ്കിലും ഇടുമ്പോഴായിരിക്കും പേരൻസും ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോഴായിരിക്കും ഒരു കേസ് കൊണ്ട് വരുന്നത്. പക്ഷെ ആ സമയത്തേക്ക് ഇത് ഒരുപാട് സ്പ്രെഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല അബദ്ധവും പറ്റിയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അവർ പോലീസിന് വന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ സൈബർ സ്റ്റേഷനും അതിന്റെ ഭാഗത്ത് എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാ രീതിയിലും ഈ കാര്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കുക. ഈ സൈബർ ഫ്രോഡിന്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാലും അതൊരു നാണക്കേടായിട്ട് വിചാരിച്ചിട്ട് പലരും പോലീസിന് കംപ്ലൈന്റ് ചെയ്യാറില്ല. ഇപ്പൊ ഞാനൊരു OTP പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും എന്നുള്ളൊരു കാര്യം വിചാരിച്ചിട്ട് പലരും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ പിന്നെ ഒരുപാട് വലിയ വലിയ എമൗണ്ടുകൾ നഷ്ടപ്പെടുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പല പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പോകുന്ന അക്കൗണ്ടുകളൊന്നും കേരളത്തിലുള്ള അക്കൗണ്ടുകളല്ല, പുറത്തുള്ള സ്റ്റേറ്റുകളിലുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ പൈസ പോയാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് എപ്പോഴാണോ പോയി അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുക. അതല്ലെങ്കിൽ 1930 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് എപ്പോ വേണമെങ്കിലും വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കാം. അതല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ പോർട്ടൽ ഉണ്ട്, അതിലേക്കും നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങളെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. എത്ര പെട്ടെന്ന് അറിയിക്കുന്നോ അത്രയും നിങ്ങൾ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളൊരു അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു എന്ന് വിചാരിക്കാം. ആ അക്കൗണ്ടിൽ പൈസ ഉള്ള സമയത്ത് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ പൈസ കോടതി വഴി നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ആ പൈസ മറ്റു അക്കൗണ്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. അപ്പോൾ ഇതാണ് സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി ചെറിയൊരു കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ലഹരി ഉപയോഗം. ലഹരി ഉപയോഗത്തിന്റെ മുൻ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലുള്ള ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞു. അതുപോലെ ഒരുപാട് ഇൻസിഡന്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ആവുന്നുണ്ട്.
പണ്ടെല്ലാം മദ്യവും കഞ്ചാവും പോലെയുള്ള ലഹരി മാത്രമേ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പോ പല സിന്തറ്റിക് ലഹരികളുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന MDMA എന്ന് പറഞ്ഞ ലഹരിയാണ്. അപ്പൊ ഈ MDMA ഉപയോഗിച്ചാൽ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അതല്ലാതെ സാമൂഹികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ കുട്ടികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത് കാണുന്നത്. ഈ കുട്ടികള് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് പിയർ പ്രഷർ കൊണ്ട് ഉപയോഗിക്കാം. ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഇത് നല്ല സാധനമാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്ന പറയുമ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളവിടെ ചിലപ്പോൾ ചെറിയ ചെറിയ ബ്രേക്കപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്ക് അറിയില്ല അതിനെങ്ങനെ മാനേജ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് കുട്ടികൾ പലരും ലഹരിയുടെ ഇതിലേക്ക് പോകും. ആരെങ്കിലും പറയുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും പറയുമ്പോൾ പലരും അതിലേക്ക് പോകും. അപ്പൊ ഈ മാതാപിതാക്കളോടാണ് നിങ്ങളെ കുട്ടികളെ എപ്പോഴും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ട് അവരോട് ദിവസവും സംസാരിക്കാം. അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോ വളരെ ഓപ്പൺ ആയിട്ട് അവരോട് അങ്ങോട്ട് സംസാരിച്ച് അവരോട് വിശേഷങ്ങളും കാര്യങ്ങളും സ്കൂളിൽ എന്ത് നടന്നു അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് എന്തെന്ന് പറയുന്നു അങ്ങനെ വളരെ സൗമ്യമായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർക്കും നമ്മളോട് തിരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. അപ്പൊ ഒരിക്കലും എപ്പോഴും ചീത്ത മാത്രം പറഞ്ഞാൽ ആരും പേടിച്ചിട്ടൊന്നും പറയില്ല. അപ്പൊ കുട്ടികളടുത്ത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നിങ്ങളൊന്ന് പറയും. അതല്ലെങ്കിൽ ആരും പേരൻസിന്റെ അടുത്ത് ഒന്നും അത് ഷെയർ ചെയ്യില്ല. അപ്പൊ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളെ ഫ്രണ്ട്സ് ആരാണെന്നും അവര് രാത്രിയിൽ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആരുടെ കൂടെയാണ് പോകുന്നതെന്നും എന്തെങ്കിലും ഇപ്പോ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് കുറച്ചു കാലമായിട്ട് വളരെയധികം മാർക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ കുട്ടി നല്ലോണം സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് കുറച്ചു കാലമായിട്ട് ആരോടധികം സംസാരിക്കുന്നില്ല, എപ്പോഴും റൂമിന്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് പൈസ ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതൊന്ന് അന്വേഷിക്കണം. എന്താണ് കാര്യം, എന്താണ് പ്രശ്നം എന്ന് അവരോട് അന്വേഷിക്കണം. ഒരിക്കലും കുട്ടികളെ പുറത്ത് വിടണ്ട അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വേണ്ടെന്നല്ല, പക്ഷെ അവർ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും പേരൻസ് അറിഞ്ഞിരിക്കണം. അത് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടായാലേ കുട്ടികളും ഇത് തുറന്നു പറയുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ കുട്ടികളെ നിങ്ങളടുത്ത് അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയും. അപ്പൊ അവരെ ശിക്ഷിക്കാതെ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുത്തത് ആരാണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അവരെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. കുട്ടികള് അഡിക്ഷനിലേക്ക് പെട്ടുപോയ കുട്ടികളാണെങ്കിലും നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പോലീസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ലഹരി ഉപയോഗിച്ച് വന്നാലും നമ്മൾ അവരെ വിളിച്ച് ജയിലിലിടുകയല്ല ചെയ്യുന്നത്. അവരെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, ഈ അഡിക്ഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ ഡോക്ടർ പറഞ്ഞു അവർക്ക് ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടെന്ന്. നമ്മള് ജില്ലയിൽ ഇങ്ങനത്തെ കുറച്ച് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ വിമുക്തി എന്ന് പറഞ്ഞിട്ടൊരു ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോലീസ് തന്നെ ബന്ധപ്പെട്ടിട്ട് ഈ ലഹരിക്കടിമയായ ആൾക്കാരെ വിട്ട് അവരെ തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ഈ ലഹരികളൊക്കെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അവരെ വലിയ ശിക്ഷ കൊടുക്കല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പിന്നെ നല്ലൊരാളായിട്ട് വരാനുള്ള ചാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യം അറിയുകയാണെങ്കിൽ അത് പോലീസിനെ അറിയിക്കണം. സ്കൂളിലെ കുട്ടികളാണെങ്കിൽ ടീച്ചർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരുപാട് കുട്ടികളുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോകുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാരെ പേരൻസിനെ വിളിച്ച് അറിയിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും പോലീസിനെ വിളിക്കാം. പോലീസ് എപ്പോഴും കുട്ടികളുടെ ആൾക്കാരുടെ കൂടെ തന്നെയാണ്. അങ്ങനെ ഇന്ന സമയത്തൊന്നുമില്ല, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഏത് പോലീസുകാരനെ വിളിച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം പറയാം. ഒരിക്കലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ലഹരി അതിനൊരു ആശ്രയമാണെന്ന് വിചാരിച്ചാലും പോകരുത്. ഈ ലഹരിയുടെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ക്ലാസ് പറയും, കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. നമ്മള് അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾക്ക് കംപ്ലൈന്റ് യൂഷ്വലി വരാറുള്ളതെന്ന് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ കൂട്ടം കൂടി നിന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നു, മദ്യപിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ്സ് നമുക്ക് പല സ്ഥലത്തും വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുക. ഒരിക്കലും വിളിച്ചത് ആരാണെന്ന് പോലീസ് പുറത്ത് പറയില്ല. നിങ്ങൾക്ക് അവര് നമ്മളൊന്ന് ഉപദ്രവിക്കും എന്നുള്ള പേടിയിൽ ആരും പറയാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് ആരെങ്കിലും ലഹരി
വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതോ അല്ലെങ്കിൽ ഈ വാച്ചുകാരെ പോലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ വിൽപ്പന നടത്തുന്നതോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം. കാരണം ഇങ്ങനത്തെ ആൾക്കാരുടെ വലയിലാണ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ കുട്ടികളും ആൾക്കാരും ചെന്ന് പെടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിന് പോലീസിന് നാട്ടിലുള്ള എല്ലാവരുടെയും സഹായം കൂടിയേ തീരുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം പോയി നോക്കുമ്പോൾ ഈ ആൾക്കാരെ കാണുന്നില്ല, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് പോയി നോക്കിയാലായിരിക്കും ഇത് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കണ്ടാലും അത് അവിടെ നടക്കുന്നതല്ലേ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു മാറരുത്. ഈ എല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ഈ ലഹരി നമ്മുടെ നാട്ടിൽ കുറച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വേറെ ഒരു കാര്യം പറയാനുള്ളത്, കുറെ ചെറിയ കുട്ടികളുണ്ട്. നമ്മൾ കോവിഡിന്റെ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ ചെറിയ കുട്ടികളെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല കുട്ടികളും ഇപ്പൊ ഫോൺ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ ഒക്കെ ചെറിയ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ നമ്മുടെ കേരള പോലീസിന്റെ തന്നെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടെയുണ്ട്. അപ്പൊ അത് ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടെ പറയുകയാണ്. DDAD എന്നാണ് പ്രോഗ്രാമിന്റെ പേര്, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. ഈ ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ പേരൻസ് പറഞ്ഞ അവർ വാശി കാണിക്കും. അവർക്ക് അതെങ്ങനെ ഈ കുട്ടികളെ ഈ അഡിക്ഷൻ മാറ്റണം എന്ന് അറിയാത്തവരുണ്ടാവും. അപ്പൊ അത് നമ്മുടെ പോലീസ് ജനമൈത്രി പോലീസിന്റെ ഒരു പദ്ധതിയാണ്, കോവിഡിന് ശേഷം തുടങ്ങിയ പദ്ധതിയാണ്. അതിലേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മള് തുണ പോർട്ടലിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നേരെ പോയി പോലീസിൽ കോൺടാക്ട് ചെയ്യാം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മളിപ്പോ കേസ് അന്വേഷിക്കലും കള്ളന്മാരെ പിടിക്കലും മാത്രമല്ല, അല്ലാതെ എല്ലാവിധ സഹായങ്ങളും ഇപ്പൊ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ടുണ്ട്. പോലീസും ജനങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസമാണ് എല്ലാത്തിന്റെ അടിത്തറ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സഹകരണം ഉണ്ടെങ്കിൽ ഈ ലഹരി ആണെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മളെ സൈഡിൽ നിന്നുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണവും നമുക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തൊക്കെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ ഹാരിസ്ലി ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അമൃത സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ലോകാധ്യക്ഷൻ ശ്രീ കെ രാധാകൃഷ്ണപിള്ള, ഇന്നത്തെ സദസ്സ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ അപർണ IPS, ബാക്കി വേദിയിലും സദസ്സിലും എനിക്ക് മാന്യം വിഷയത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാധാകൃഷ്ണൻ ബാബുവിനെ വിളിക്കുന്നത്. ഒരു 5 മിനിറ്റ് പ്രഭാഷണം ഞാൻ ഓഫീസിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ തന്നെ സംസാരിക്കണോ? അപ്പോൾ നാം പറഞ്ഞ പാട്ടിൽ നീ കുറെ പറഞ്ഞു. ഞാൻ ജനിച്ച് വളർന്ന നാടാണ്, ഞാൻ കളിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും. കാരണം ഇങ്ങനൊരു വേദിയിൽ എനിക്കൊരു കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടിയത് എനിക്ക് ഇതിന് അവസരം തന്ന രാധാകൃഷ്ണനെ ആദ്യമായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന തോന്നുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കോൺഫറൻസുകളിലും IMA ഡോക്ടർമാരുടെ മീറ്റിങ്ങുകളും സംസാരിക്കുന്നുണ്ട്. നേരത്തെ മേഡം സൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര സന്നിധികളിൽ ഡോക്ടർമാർ സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വിഷയം എടുക്കണം, ഉപരിപഠനം ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം വന്നത് എൻ്റെ പിതാവും നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ സജീവുമാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് എല്ലാവരും കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് പ്രാധാന്യം പ്രസക്തി നേരത്തെ കൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാവാം അദ്ദേഹം ഒരു 20 വർഷം മുൻപേ ഈ ചികിത്സയുമായിട്ട് തുടങ്ങുകയും
അത്തരം രോഗികളെ ചികിത്സിച്ച് അവർക്കുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും കൂടി കണ്ടു വന്ന എനിക്ക് തീർച്ചയായിട്ടും MBBS കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം, എൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഏത് മേഖലയിലോട്ടാണ് തിരിഞ്ഞ് പോകേണ്ടത് എനിക്കൊരു സംശയമില്ലായിരുന്നു. അതുപോലെ എൻ്റെ ഇരട്ട സഹോദരനായ ഡോക്ടർ അമിതാഭ് ഇവിടെ ഉണ്ട്. അദ്ദേഹവും എന്നെ പോലൊരു സൈക്കാട്രിസ്റ്റ് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്ത് വിഷയം എടുക്കണം, എന്താണ് ജനത്തിന് സേവിക്കേണ്ട കാര്യത്തിൽ ഡൗട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ബോധവൽക്കരണമാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ മക്കളുമായിട്ടില്ല കൂടുതൽ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്കാണ്. ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പലരും പല കാര്യങ്ങൾ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. നിങ്ങൾ എത്ര പേര് 3 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? കൈവയ്ക്കുക. 3 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? പലരും കൈവക്കാൻ പഠിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ എല്ലാം എന്തെങ്കിലും പറയുമെന്ന് വേണ്ടിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാഡം രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ ബോംബ് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞിട്ടാണ് കൈവക്കെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം, മിനിമം 2 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ കുട്ടികളെ പഴക്ക് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മളെ അവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അവരടുത്ത് ദേഷ്യം കാണിക്കുകയും അവരടുത്ത് ഫോൺ പിടിച്ച് വാങ്ങിച്ചിരിക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് വാശി കൂടുകയാണ് ചെയ്യുന്നത്. മേഡം നേരത്തെ പറഞ്ഞ പോലെ അവരോട് ഒരു സുഹൃത്തായി സംസാരിക്കാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല. അപ്പോൾ പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ ആർക്കും സമയമില്ല, എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര തിരക്കാണ്, അവർ ജോലി കഴിഞ്ഞ് വന്നാലുടനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കാനോ എൻ്റെ കൂടെ കുറച്ചു നേരം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അവർക്ക് സമയമില്ല. പലപ്പോഴും ഒരു കുട്ടി അവൻ്റെ സ്കൂളിലുള്ള പല വിഷയങ്ങളും മാതാപിതാക്കൾക്ക് ചർച്ച ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അതൊരു മാനസിക സംഘർഷത്തോട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനോടൊരു അവസരം കൊടുക്കാതിരുന്നിട്ട് ഒരു കുട്ടി വഴിതെറ്റി പോകുന്നു, ആ കുട്ടി വേറെ ദിശയിലോട്ട് പോകുന്നു എന്ന് സ്കൂളിൽ ഒരു ടീച്ചർ വഴി ഫോൺ കോൾ വഴി ഒരു ടീച്ചർ പാരന്റ്സ് ടീച്ചർ മീറ്റിങ്ങിലോ അല്ലാത്ത അവസരങ്ങളിലോ പറയുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം നമുക്കും കൂടെയാണ്. പലപ്പോഴും ഈ കുട്ടികളിൽ ഞാൻ ലഹരിയുടെ ഉപയോഗം ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ പല കുട്ടികളും നോക്കുമ്പോൾ ഒരാൾ സിഗരറ്റ് കഴിക്കുന്ന ഒരാളായിരിക്കും. അയാൾ ആ കുട്ടി ചിലപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന കുടുംബ ഭാഗത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തെവിടെയെങ്കിലും ഇട്ടേക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഒരു ആകാംക്ഷയാണ്. അതെന്താണ്, അച്ഛൻ അത് വലിക്കുന്നു അല്ലെങ്കിൽ അമ്മയുടെ മാമൻ വലിക്കുന്നു, എന്താണ് ആ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ളൊരു ആഗ്രഹം, ഒരു ക്യൂരിയോസിറ്റി അവർക്ക് വരും. പലപ്പോഴും ഈ ക്യൂരിയോസിറ്റിയാണ് ഒരു അഡിക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ അപ്പോഴത്തെ മാത്രം വിഷയങ്ങളല്ല സംസാരിക്കുന്നത്, അവരുടെ കുട്ടിക്കാലത്തോട്ടും പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ചെറിയ നാളുകളിൽ അവർക്കുണ്ടായ ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മയിൽ നിന്നും ഒരു കരകരയ്ക്കാതെയോ അല്ലെങ്കിൽ അവർക്കുണ്ടായ ചില മാനസിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലരും ഇതിലോട്ട് ക്ഷണിച്ചാവുന്നത്. മേഡം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിയർ പ്രഷറാണ് പലപ്പോഴും ഈ ലഹരിയിലോട്ട് ചെന്ന് ചാടാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ഗേറ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും അവര് ചിലപ്പോൾ അവരുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് അവന് വീട്ടിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും കാണുമായിരിക്കാം. പക്ഷെ അവൻ വീട്ടിലെ ആൾക്കാരുടെ സമയം ചെലവഴിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ഏതെങ്കിലും ഒരു കുട്ടിയെ ആശ്രയിക്കും, അവന്റെ കാര്യങ്ങളും വിഷമങ്ങളും പറയാം. ചിലപ്പോൾ അവ ഒരു പക്ഷേ മേഡം സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷണാർത്ഥം ഇതൊന്നും ഉപയോഗിച്ച കുഴപ്പമൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല
നിന്റെ സ്ട്രെസ്സൊക്കെ കുറയും, നിനക്ക് പഠിക്കാൻ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് കുറച്ചും കൂടെ ആൾക്കാരെ അനുഭവിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതും ചതിക്കുഴിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. പലപ്പോഴും ആ വഴിയിലൂടെയാണ് ലഹരിയിലൊക്കെ ഒരാൾ കയറിക്കൂടുന്നത്. എന്നിട്ട് പലപ്പോഴും പല അവസരങ്ങളായിട്ട് ഉപയോഗിച്ച് ചിലർക്ക് ഇതൊരു അഡിക്ഷനിലോട്ട് പോകും. ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുമ്പോൾ പറയും, ഡോക്ടറെ ഞാനൊരു അഡിക്റ്റ് അല്ല, എന്നെ അവർ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്, എനിക്ക് നിർത്താവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എത്രയോ തവണ നിർത്തിയിരിക്കുന്നു, ഞാൻ വേറെ ആർക്കൊരു ശല്യം ഉണ്ടാകുന്നില്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഒരു ബ്രെയിൻ ഡിസോർഡർ, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ 6 കാര്യങ്ങളാണ് നോക്കുക. ഒന്നാമത് ക്രേവിംഗ്. ക്രേവിംഗ് എന്ന് പറയുന്നത് അത് ആ ലഹരി ഉപയോഗിക്കണം എന്നുള്ളൊരു ആസക്തി അല്ലെങ്കിൽ ഒരു ആർത്തി നമുക്ക് പറയാം. അതായത് ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ കുറച്ചു നേരം കരി വരില്ല, പക്ഷെ അത് കുറച്ചു നേരം കരച്ചിൽ നിർത്തിയിട്ട് വേറെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്നതിന് കൊടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ലഹരി കിട്ടാതെ വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ ആ ഒരു ക്രേവിംഗിന്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഒരു ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. അതായത് ഒരാൾക്ക് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാതെ ഉപയോഗിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരിക. അല്ലെങ്കിൽ ഒരു എത്ര നാൾ വേണമെങ്കിലും ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് നിർത്താൻ പറ്റാതെ വരുന്ന സാധ്യത. മൂന്നാമത് ടോളറൻസ് എന്ന് പറയും. അതായത് ഒരു ലഹരി ഉപയോഗിച്ച് പതുക്കെ തുടങ്ങുമ്പോഴത്തേക്കും പഴയ ആ ഉപയോഗത്തിൽ നിന്നും അവർക്ക് ആ കിക്ക് കിട്ടത്തില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതയിലോട്ട് പോകും. അതായത് ഇപ്പോൾ മദ്യപാനത്തിന് കേസ് പറയുകയാണെങ്കിൽ ഒരു 2 or 3 പെഗോ കഴിച്ചോണ്ടിരിക്കുന്ന ഒരാള് അതിനൊരു 4 or 5 പെഗ് ചെല്ലുമ്പോഴേ ആ 2 പെഗിലോ 3 പെഗിലോ കഴിച്ചോണ്ടിരിക്കുന്ന ആ ഒരു കിക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ക്രമേണ അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും, അതിന്റെ ദൈർഘ്യം കുടിക്കുന്നത് ചിലപ്പം ഒരു 2 മാസത്തിലൊക്കെ ഉള്ള ഒരാൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പല നേരം കുടിക്കുന്ന അവസ്ഥയിലോട്ട് വരും. 5ാമത് സേവിങ്സ് എന്ന് പറയും. അതായത് പഴയ ചില ആൾക്കാരെ അവരെ കണ്ണു തുറക്കുമ്പോഴേ അവർക്ക് കുടിക്കണം, ഇവിടെ പോയാൽ മദ്യം കിട്ടും, ആരെ പോയ പൈസ സംഘടിപ്പിക്കാൻ പറ്റും, എവിടെയെങ്കിലും പുതിയതായിട്ട് മദ്യം കിട്ടുന്ന സ്ഥലത്തിൽ ഉണ്ടോ എന്നൊക്കെ അവർ അന്വേഷിച്ചു തുടങ്ങും. 6ാമത് യൂസ് ഡിസ്പൈറ്റ് നോയിങ് ഹാം. അപകടമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും കുടിക്കുന്ന അവസ്ഥ. അതായത് അത് ശരീരത്തിനെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, അവരുടെ സമൂഹത്തോടെ നിലയെ ബാധിക്കുന്നു, കുടുംബത്തെ ബാധിക്കുന്നു, തൊഴിലിനെ ബാധിക്കുന്നു, അതുപോലെ അവർ ആത്മീയ താല്പര്യങ്ങളെ ബാധിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഞാനീ പറഞ്ഞ 6 കാര്യങ്ങളുണ്ട്. 2 or 3 കാര്യങ്ങൾ കഴിഞ്ഞ് 1 മാസമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു അഡിക്ഷൻ എന്ന് പറയാം. അതിപ്പോ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെ കേസ് മാത്രമല്ല. ഇപ്പം ഞാൻ മൊബൈൽ ഫോണിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 3 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരെ തലച്ചോറിന്റെ ഡോപ്പമിൻ ഹോർമോൺ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്ര മണിക്കൂർ ഉപയോഗിച്ചാലേ അവർക്ക് സന്തോഷം കിട്ടുള്ളൂ. പലപ്പോഴും ഈ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ, പണ്ട് ഫേസ്ബുക്ക് ആയിരുന്നു, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറയും. ഇൻസ്റ്റാഗ്രാമിൽ എന്താ സംഭവിക്കുന്നത്? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. എല്ലാ ആൾക്കാരും റീലിടുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്ന ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുകയാണ്, അവർ നല്ല വീടും വലിയ കാലത്ത് കഴിച്ച് ജീവിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമയമാണ് അവർ കാണുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഈ മാറ്റം തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. വേറെ കുറ്റപ്പെടുത്താനും അപ്പുറത്തെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളെ ആദ്യം മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇപ്പൊ എല്ലാം പണ്ടത്തെ പോലെ ഞാനും എന്റെ സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഉണ്ട്. അദ്ദേഹം നെഫ്രോളജിസ്റ്റ് ആണ് കിംസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളൊക്കെ അദ്ദേഹം ആയിരുന്നു താമസിക്കുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മളിവിടെ ക്രിക്കറ്റ് കളിക്കാനും മറ്റൊക്കെ വന്ന് അദ്ദേഹം ഇപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ഞങ്ങളാരും എന്താ പറയാ ഒരുപാട് നേരം പഠിച്ചത് കൊണ്ട് മാത്രം ഡോക്ടർമാരായ ആൾക്കാരല്ല. നമ്മൾ വേണ്ട സമയം കളിക്കാനും കൂടി ചെലവഴിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ കളിക്കളകൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ മാത്രം ചുരുങ്ങിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തിടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെ, ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്നത് അമ്മൂമ്മയാണ് കൊണ്ടുവന്നത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ ഡോക്ടറെ അവൻ 3 ആഴ്ചയായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അപ്പോ പോകത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അവൻ ഈ മൊബൈൽ ഫോണിൽ PUBG എന്ന് പറഞ്ഞൊരു ഗെയിമിന് അഡിക്റ്റ് ആണ്. അപ്പൊ പലപ്പോഴും ഈ ഗെയിംസും ഇത്തരം സോഷ്യൽ മീഡിയയിലെല്ലാം കുട്ടികളുടെ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ആദ്യം ഒരു മാതൃകയായിട്ട് മാറിയിട്ട് മാത്രമേ അവരെ ഉദ്ദേശിക്കാൻ ചെല്ലാവുള്ളൂ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം ഓട്ടോമാറ്റിക് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ സദസ്സിൽ വെച്ച് 4 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നേരിട്ട് നമ്മുടെ മാഡം തന്നെ കൊടുക്കുന്നതാണ്. ഓരോ സ്കൂളിലും ഓരോരുത്തർ 4 സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പഠനോപകരണങ്ങൾ നടത്തുന്നത്. അതിലൊരു 4 കുട്ടികൾക്ക് ഓരോ സ്കൂളിലെ ഓരോരുത്തരും മാഡം തന്നെ നേരിട്ട് പഠനോപകരണ വിതരണം നടത്തിയതിനു ശേഷം മാഡം വളരെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി മാഡം പോകുന്നതാണ്. നമ്മുടെ പഠനോപകരണ വിതരണത്തിന് പേരുകള് 4 സ്കൂളിൽ നിന്നും അധ്യാപകര് HM തന്നിട്ടുള്ള ലിസ്റ്റ് വെച്ചാണ് നമ്മൾ പഠനോപകരണം കൊടുക്കുന്നത്. അത് മേഡത്തിന് ട്രെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് മേഡം പെട്ടെന്ന് പോകുന്നത്. ട്രെയിൻ ലേറ്റ് ആവും, കൊല്ലം വരെ പോകണം. അപ്പോൾ ആദ്യമായിട്ട് ഗവൺമെന്റ് UPS പേര് എഴുതുന്നത് വൈഷ്ണവ്. അതിനുശേഷം ഗവൺമെന്റ് എഴുതിയിൽ നിന്നും രാജ്യ, അതിനുശേഷം ജെംസ് നിന്നും അനന്തു, തുടർന്ന് SVLPS നിന്നും വിചിത്ര, SVLPS നിന്നും വിചിത്ര, വളരെ തിരക്കേറിയ സമയത്തും നമ്മുടെ യോഗത്തിൽ പങ്കെടുത്ത് യോഗ ഉദ്ഘാടനം ചെയ്ത മേഡത്തിനും ക്ഷേത്ര കമ്മിറ്റിയുടെയും മുഴുവൻ ഭക്തജനങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ജ്ഞാന സദസ്സിന്റെ തത്സമയമാണ്. മയക്കുമരുന്നും ജ്ഞാന സദസ്സാണ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതികളുടെ അംഗീകാരം ഉപകാരം നൽകുകയാണ്. ശ്രീമതി ശ്രീ അപർണ IPS ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര ഉത്സവ സമിതിയും ഉപകാരം സമർപ്പിച്ചു. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും ആയി ബന്ധപ്പെട്ടുള്ള ക്ലാസുകളാണ് ഇവിടെ ഇന്ന് ജ്ഞാനസമിതി സംഘടിപ്പിച്ചിരുന്നത്. എല്ലാവർക്കും ആശംസകളും ഒരു നല്ല രാത്രി നേർന്നുകൊണ്ട് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകട്ടെ. നന്ദി. ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി